പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാണ്. സങ്കീർത്തനം 116:5. യേശുവിൽ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സ്നേഹ സഹോദരങ്ങളെ, കരുണയുടെ മാതാവിന്റെ തിരുനാളിനായി 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷയിലൂടെയും വചന വിചിന്തനത്തിലൂടെയുമൊക്കെ കടന്നു പോകുന്ന ദിനങ്ങളാണല്ലോ ഇത്. ഇന്ന് നാം പ്രത്യേകമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ കരുണയുടെ രാജ്ഞിയാണ്. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത രക്ഷിതാവാണ് പരിശുദ്ധ അമ്മ. തന്നെ വിശ്വസിച്ച് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളുടെ സങ്കേതമായി നിലകൊള്ളുകയാണ് അമ്മ. അതെ, ഈ അമ്മയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മ രാജ്ഞിയാണ്, കരുണയുടെ രാജ്ഞി. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന നീതിയുടെ രാജ്ഞിയല്ല. പ്രത്യുത ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പാപത്തിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കൾക്ക് വേണ്ടി ദൈവ തിരുമുൻപിൽ കരുണയും ക്ഷമാപണവും നേടിയെടുക്കുന്ന കരുണയുടെ രാജ്ഞിയാണ്. കർത്താവ് നീതിയുടെ രാജ്യം അവിടത്തേക്ക് മാത്രമായി മാറ്റിവച്ചിരിക്കുമ്പോൾ കരുണയുടെ രാജ്യം പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക വിധമായി നൽകപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് തന്റെ കത്തോലിക്ക ലേഖനങ്ങൾക്കുള്ള ആമുഖത്തിൽ ഇപ്രകാരം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അനുഗ്രഹീത കന്യക ദൈവവചനത്തെ തന്റെ ഉദരത്തിൽ ഗർഭം ധരിക്കുകയും ദൈവവചനത്തിന് ജന്മം നൽകുകയും ചെയ്തു. ആകയാൽ യേശു നീതിയുടെ രാജാവായിരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ കരുണയുടെ രാജ്ഞിയും ദൈവരാജ്യത്തിന്റെ നേർപകുതിക്ക് അവകാശവുമാണ്. തന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് ദൈവ തിരുഹിതം മരണം വരെ നിറവേറ്റിയ പരിശുദ്ധ അമ്മ, കർത്താവിന്റെ കരുണ മനസ്സിലാക്കാതെ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ വിശുദ്ധ പൗസീനയോട് ഇപ്രകാരം പറയുകയുണ്ടായി 635 ഖണ്ഡികയിൽ, ഇന്ന് നീ മൗനം ഭജിച്ചാൽ ആ മഹാദിനത്തിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന്. അതേ പ്രിയ സഹോദരരെ, ഇന്ന് പരിശുദ്ധ അമ്മ എന്നെയും നിങ്ങളെ നോക്കി ഇത് തന്നെ ആവർത്തിക്കുകയാണ്. കരുണാമയനായ, നീതിമാനായ, വാത്സല്യനിധിയായ, ക്ഷമാശീലനായ നമ്മുടെ നല്ല ദൈവത്തിൻ്റെ ആ കാരുണ്യവും സ്നേഹവും ഒക്കെ നേടി ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളായ നമ്മൾ അനുഭവിക്കുന്ന കരുണ മറ്റു മക്കളിലേക്ക് ഒഴുക്കാതെ, മറ്റുള്ളവരെ അറിയിക്കാതെ മൗനം ഭജിച്ചു കഴിഞ്ഞാൽ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആ മഹാദിനത്തിൽ നമ്മളും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കും ദൈവത്തിന്റെ കരുണയുടെ വാഹകരായി മാറാം, കരുണ ലോകത്തെ അറിയിക്കാം. വീണ്ടും നാം കാണുന്നത് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയാണ്. തന്നോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ വെറും കൈയോടെ പറഞ്ഞുവിടാത്ത അമ്മ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് പാപഗർത്തത്തിൽ നിബന്ധിച്ച് മരണവേളയിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് നിത്യനാശത്തിൽ നിന്നും സ്വർഗ കവാടത്തിലേക്ക് പ്രവേശിച്ച ഒരു സംഭവം അല്ലേ ഒരു വ്യക്തിയുടെ ജീവിതം. സിയനായിലെ വിശുദ്ധ ക്യാതറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം കാണുന്നത് ഇപ്രകാരമാണ്. ഈ വിശുദ്ധയുടെ വീടിനടുത്ത് അല്ലെ ആശ്രമത്തിനടുത്ത് മേരി എന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. മരണം വരെയും ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിച്ച ആ വ്യക്തിയുടെ ജീവിതവും നടപ്പും ഒക്കെ കണ്ട് പൊറുതിമുട്ടിയ സമീപവാസികളെല്ലാം കൂടി അവളെ അവിടെ നിന്നും ആട്ടിയോടിച്ചു. അവസാനം ആരുമില്ലാതെ ഒരു ഗുഹയിൽ അഭയം തേടുന്ന അവൾ ശിഷ്ടകാലം അവിടെ ജീവിക്കുക. തന്റെ മരണം അടുത്തു എന്ന് കണ്ടപ്പോൾ ആരും സഹായിക്കാനില്ലാതെ അവൾ നിലവിളിക്കുകയാണ്. അങ്ങനെ അന്ത്യകുദാശ പോലും കിട്ടാതെ അവൾ മരണമടയുന്നു. ഈ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി എല്ലാം നിരന്തരം പ്രാർത്ഥിച്ച് മധ്യസ്ഥം വഹിച്ച് ജീവിക്കുന്ന, അതൊരു പതിവാക്കി മാറ്റിയ വിശുദ്ധ ക്യാതറിനും മറ്റുള്ളവരെ പോലെ ഈ മേരിയുടെ ആത്മാവ് നശിച്ചുപോയി എന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തില്ല. ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞ് ഈ വ്യക്തി മരണമടഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും മേരിയുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ക്യാതറിന്റെ അടുത്തേക്ക് വന്ന് പ്രകാരം പറയുകയാണ്, ക്യാതറിനമ്മേ, എൻ്റെ അവസ്ഥ എത്രയോ ദൗർഭാഗ്യകരമാണ്. എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന, മരണമടഞ്ഞവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മ എന്തുകൊണ്ട് എൻ്റെ ആത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചില്ല?
അപ്പോൾ ആരാണെന്നറിയാതെ ആരാണ് നീ എന്ന് ചോദിച്ചപ്പോഴാക്കി അതും തന്നെ വെളിപ്പെടുത്തുകയാണ്. പിന്നെ എപ്രകാരമാണ് താൻ രക്ഷിക്കപ്പെട്ടതെന്ന് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. ആരും സഹായിക്കാനില്ലാതെ മരണമടുത്ത നിമിഷത്തിൽ ഈ മേരി അവിടെ കിടന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ അഭയസങ്കേതമേ, രക്ഷാകേന്ദ്രമേ, ആരും സഹായിക്കാനില്ലാത്ത എനിക്ക് നീ തുണയായിരിക്കണമേ, എന്നോട് നീ കരുണയായിരിക്കണമേ. അവളുടെ യാചന കേട്ട് പരിശുദ്ധ അമ്മ മനസ്താപ പ്രകരണം ചെയ്യാനുള്ള കൃപ നേടിക്കൊടുക്കുകയും നിത്യനാശത്തിൽ നിന്നും അവളെ രക്ഷിക്കുകയും കൂടാതെ അവളുടെ വേദന ലഘൂകരിക്കാനുള്ള കൃപ കൂടി പരിശുദ്ധ അമ്മ സമ്പാദിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ നിത്യനാശത്തിലേക്ക് പോകാതെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ്. അവിടുന്നാണ് അവളുടെ ആത്മാവൊപ്പം വന്നിരിക്കുന്നത്. വന്നത് വേറൊന്നിനുമല്ല, ക്യാദറിൻ്റെ അടുത്ത് പ്രകാരം പറയുകയാണ്, ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറച്ച് ദിവ്യബലി അർപ്പണം ആവശ്യമുണ്ട്. ബലിയർപ്പണത്തിലൂടെ മാത്രമേ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അമ്മയെടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെ ക്യാതറിൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ മേരിയുടെ ആത്മാവ് വീണ്ടും സോഫിയോടെ വന്ന് പറഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തിലാണ്. പ്രിയ സഹോദരരെ, ഇതിൽ നിന്ന് നാം വ്യക്തമാക്കുന്നത്, നാം എത്ര കുടുംബാവികളായാലും പരിശുദ്ധ അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ സ്വർഗത്ത് കയറാൻ നമുക്ക് സാധിക്കും. കൂടാതെ ദിവ്യബലിയുടെ മഹത്വം നാം തിരിച്ചറിയണം. നാം അർപ്പിക്കുന്ന ഓരോ ബലിയിലും നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത അവിടെ കാണുകയാണ്. ഈ വിശുദ്ധ ഫൗസ്റ്റീന തന്റെ 33-ാം ഖണ്ഡികയിൽ നാം കാണുന്നുണ്ട്. അവൾ തൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി 9 ദിവസത്തെ നൊവേന നടത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 7-ാം ദിവസമായപ്പോൾ ദൈവമാതാവ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ വളരെ സോഫയോടെ വന്ന് നിൽക്കുന്ന അവൾ കാണുകയാണ്. നിൽക്കുന്നത് ഇപ്രകാരമാണ്, 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിൽക്കുന്ന അമ്മയാണ് കാണുന്നത്. കൂടാതെ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും അത്യുഗ്രമായ അല്ലെ അത്യുജ്വലമായ പ്രകാശകിരണങ്ങൾ പ്രവഹിക്കുക. അത് ചിലത് സ്വർഗത്തിലേക്ക്, ബാക്കിയെല്ലാം ഭൂമിയെ ആവരണം ചെയ്യുക, എല്ലാ മക്കളെയും ആവരണം ചെയ്ത് കാണുന്നു. അതെ, പരിശുദ്ധ അമ്മ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ മധ്യസ്ഥം തേടുകയും ദൈവ കരുണ നേടിയെടുത്ത് ആ കരുണയാൽ നമ്മെ പൊതിയുകയും ചെയ്യുന്ന ഒരമ്മ. അതേ പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥന നാം ലോകം മുഴുവന് വേണ്ടിയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരും എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാൻ ഒരു സന്ദേശം അമ്മ ഇന്ന് നമുക്ക് തരികയാണ്. നമ്മളും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരായി മാറും. പരിശുദ്ധ അമ്മ വീണ്ടും ഒരിക്കൽ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരം, ഒരമ്മ തൻ്റെ മകൻ ശത്രുക്കളുടെ വാളിന് നടുവിൽ നിൽക്കുന്നതായി കാണുമ്പോൾ ആ മകനെ രക്ഷിക്കാൻ എല്ലാ പരിശ്രമവും എടുക്കുന്നത് പോലെ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന പാപികളായ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യും. എൻ്റെ കുഞ്ഞുമക്കൾ എത്ര പാപികളായിരുന്നാലും അവരെപ്പോഴൊക്കെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അപ്പോഴൊക്കെ ഞാൻ അവരെ രക്ഷയ്ക്കായി എത്തുമെന്ന് അമ്മ വെളിപ്പെടുത്തുകയാണ്. അതെ, വാത്സല്യനിധിയായ കരുണാനിധിയായ അമ്മ. അമ്മയെ സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കാതിരിക്കാൻ അമ്മയ്ക്ക് സാധിക്കുകയില്ല. ഡൊമിനിക് സന്യാസ സഭയിലെ അംഗമായ ലൊണോഡോ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ 200 തവണ സ്വയം സമർപ്പിക്കുമായിരുന്നു. അതൊരു പതിവായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സമയം അടുത്തപ്പോൾ പരിശുദ്ധ അമ്മ വരിക. എന്നിട്ട് ഇപ്രകാരം ലൊണോഡോ എടുത്ത് ചോദിക്കുന്നു, ഞാൻ നിന്നെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണ്. നീ മരിക്കാൻ ആഗ്രഹമുണ്ടോ നിനക്ക്? അപ്പോൾ ആരാണ് എന്താണെന്ന് മനസ്സിലാകും. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ, നീ അനുനിമിഷവും വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ കരുണയുടെ അമ്മയാണ് ഞാൻ. നിന്നെ പറുദീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ്. അന്ന് തന്നെ അദ്ദേഹം മരണമടഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കരുണയുടെ മാതാവിൻ്റെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ, മകളെ, നിങ്ങളുടെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക, എൻ്റെ സംരക്ഷണം തേടുക. എൻ്റെ ഹൃദയത്തിൽ അഭയം തേടുന്ന മക്കളെ പിശാചിന് ഒരു വിധത്തിലും തൊടാൻ സാധിക്കുകയില്ല എന്ന് അമ്മ തന്നെ നമ്മളെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ പാപപങ്കിലമായ ഹൃദയത്തെ അമ്മയുടെ പരിശുദ്ധമായ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെ, ലോകം മുഴുവനെ ചേർത്ത് വയ്ക്കാം. അമ്മയപ്പോൾ ഈ ഹൃദയത്തെ മലീമസമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കൊണ്ട് മലീമസമായ നമ്മുടെ ഹൃദയത്തെ ഏറ്റെടുത്തുകൊണ്ട് അമ്മ അതിനെ വിശദീകരിച്ച് തൻ്റെ പുണ്യങ്ങൾ കൊണ്ട് നിറച്ച് തൻ്റെ തൃക്കുമാരൻ്റെ തിരുഹൃദയത്തിലൂടെ പരമപിതാവിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അശുദ്ധി നീങ്ങി പുണ്യങ്ങളാൽ നാം നിറയപ്പെടും. ഈ പരിശുദ്ധ അമ്മയെ
മുറുകെ പിടിക്കുന്ന മക്കൾ ജീവിതത്തിൽ ഒരിക്കലും തെറ്റിലേക്ക് വീഴുകയില്ല എന്ന് അമ്മ തന്നെ ഉറപ്പ് നൽകുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാം. അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. അമ്മയുടെ മധ്യസ്ഥം വേണം. അമ്മ ഓരോ നിമിഷവും മകനെ, മകളെ, നിങ്ങൾ എൻ്റെ അടുക്കലിൽ വരുവിൻ, അമ്മ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കരുണ ലോകം മുഴുവൻ അറിയിക്കുവാനായി, ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാനായി അമ്മ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മയുടെ സ്വരത്തിന് നമുക്ക് കാതോർക്കാം. ഈ തിരുനാളിനായി നാം ഒരുങ്ങുന്ന ഈ വേളകളിൽ ഒത്തിരിയേറെ ആഴത്തിൽ നാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമ്മൾ ധ്യാനിച്ച്, പഠിച്ച്, ചിന്തിച്ച് ആഴത്തിൽ അമ്മയെ സ്നേഹിച്ച് മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം. ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും കരുണയും സ്നേഹവും ഒക്കെ പരിശുദ്ധ അമ്മ വഴി നമുക്കും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിയാത്ത മക്കൾക്ക് കാരുണ്യവാനായ ദൈവത്തെ പറഞ്ഞു കൊടുക്കാം. ഈശോ ഒരിക്കൽ വിശുദ്ധ പൗലോസിനേക്ക് വെളിപ്പെടുത്തിയത് ഞാൻ സ്നേഹവും കരുണയും മാത്രമാണെന്നാണ്. അതെ, കരുണയും സ്നേഹവും മാത്രമായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധ അമ്മ വഴി ലോകം മുഴുവൻ കൊടുക്കുന്ന ഉപകരണങ്ങളായി നമുക്കും തീരാം. അതിനായി ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ഈ കരുണയുടെ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങളിലെ ലോകം മുഴുവനിലും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആത്മശക്തിയിൽ നിറയാം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ദൈവത്താൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, 25-ാം ദിവസമായ ഇന്ന് വചനവിചിന്തനത്തിനു വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഉത്തമഗീതം 1-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നെ കൊണ്ടുപോവുക, നമുക്ക് വേഗം പോകാം, രാജാവ് തന്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ച് ഉല്ലസിക്കും. ഉത്തമഗീതത്തിന്റെ ഭാഷ വളരെ പ്രണയാതുരമായ ഒരു ഭാഷയാണ്.
ആ പ്രണയാതുരമായ ഭാഷയിലൂടെ ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മളോട് സംവദിക്കുന്നത് ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെ പറ്റിയാണ്. ഏറ്റവും അധികം പ്രണയാതുരമായ ഭാഷയിലൂടെ പറഞ്ഞുകൊണ്ട് തന്റെ ജനത്തോടുള്ള ഗാഢമായ സ്നേഹബന്ധം ദൈവം വെളിപ്പെടുത്തുന്നു. ആ സ്നേഹബന്ധത്തിൽ ഇസ്രായേൽ എന്ന മണവാട്ടി ആനന്ദിച്ച് ഉല്ലസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ അമ്മയുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? എന്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കും എന്ന് അമ്മ പറയുന്നു. അമ്മയുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. അത് ദൈവവുമായിട്ടുള്ള, ദൈവപുത്രനുമായിട്ടുള്ള ഗാഢമായ ഒരു ബന്ധമായിരുന്നു. ദൈവപുത്രനുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന അനിർവചനീയമായ ഒരു ആനന്ദത്തിലായിരുന്നു പരിശുദ്ധ അമ്മ എല്ലായ്പ്പോഴും. അതുകൊണ്ടാണല്ലോ കാലിത്തൊഴുത്തിന്റെ ദാരിദ്ര്യത്തിലും കാനായിലും കാൽവരിയുടെ ഒറ്റപ്പെടലുകളിലും തീരാവേദനകളിലും അമ്മ മൗനം ഭജിച്ചുകൊണ്ട് നിന്നത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരു സാഹചര്യവും ഒരു സങ്കടങ്ങളും അമ്മയെ നിരാശപ്പെടുത്താതിരുന്നതിന്റെ കാരണം അമ്മയിൽ ദൈവവുമായിട്ടുള്ള ഗാഢബന്ധം കൊണ്ടുണ്ടായിരുന്ന ആനന്ദം നിറഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ആനന്ദത്തിന്റെ കാരണം എന്താണ്? ഇന്ന ദിവസം നമുക്ക് അങ്ങനെയൊന്ന് ചിന്തിക്കാം. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ആരോഗ്യം കൊണ്ട് ആനന്ദിക്കുന്നവരുണ്ടാകാം, സൗന്ദര്യം കൊണ്ട് ആനന്ദിക്കുന്നവരുണ്ടാകാം, സമ്പത്ത് കൊണ്ട് ആനന്ദിക്കാം, പ്രതാപം കൊണ്ട് ആനന്ദിക്കാം. പക്ഷെ ഈ ആനന്ദങ്ങളൊക്കെ, അല്ലെങ്കിൽ ആനന്ദത്തിന്റെ കാരണഹേതു ഇവയൊക്കെ ആണെങ്കിൽ ഇതിന്റെ പ്രശ്നം സൗന്ദര്യം നൈമിഷികമാണ്, നഷ്ടപ്പെട്ടു പോകാം, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാം. അപ്പൊ ആനന്ദത്തിന്റെ കാരണങ്ങൾ ഇവയൊക്കെയാണെങ്കിൽ ആനന്ദം എപ്പോൾ വേണമെങ്കിലും ഒരു നീർക്കുമിള പോലെ നഷ്ടപ്പെട്ടു പോകാം. പക്ഷേ ദൈവവുമായിട്ടുള്ള ഗാഢബന്ധമാണ് ആനന്ദത്തിന്റെ അടിസ്ഥാനമെങ്കിൽ തീർച്ചയായും അതെന്നേക്കും നിലനിൽക്കും. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്നത് പോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലാം. എന്റെ രാജ്ഞിയായ അമ്മേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയോടുള്ള എന്റെ ഭക്തിയെ പ്രകടമാക്കുന്നു. ഈ ദിവസത്തെയും കണ്ണിനെയും കാതുകളെയും നാവിനെയും ഹൃദയത്തെയും എന്റെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആയതുകൊണ്ട് എന്റെ നല്ല അമ്മയെ,
എന്നെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് കാത്തുരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ വാലാക പരിശുദ്ധ മറിയത്തോട് വഞ്ചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഓരോ പുണ്യങ്ങളും നമ്മളിലും നിറയുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശ്രമശീലം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും
എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ വെളിച്ചം വീശണമേ. പരിശുദ്ധാത്മാവേ എന്റെ മനസ്സിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ എന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതാക്കി മാറ്റണമേ. പുണ്യങ്ങളാൽ നിറച്ച് പരിശുദ്ധിയുടെ പൂമാല ചാർത്തണമേ. അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്റെ ഹൃദയം അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങേക്കുള്ള കാഴ്ചവസ്തുവായി എന്റെ ഹൃദയത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കണമേ. അങ്ങയുടെ ഹൃദയത്തെ മറ്റുള്ളവർ അറിയുവാൻ എന്നെ അങ്ങയുടെ ഉപകരണമായി മാറ്റണമേ. പന്തക്കുസ്ത പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നു. എനിക്ക് ചൊല്ലാം. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മാറ്റണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. ഓ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ പ്രതിഷ്ഠിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമ്മുടെ കർത്താവിശ്വവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.